തിരുവനന്തപുരം ആര്യനാട് വിവാഹ തട്ടിപ്പ് നടത്തിയ യുവതി അറസ്റ്റിൽ. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയാണ് പിടിയിലായത്. പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിക്കാൻ ശ്രമിക്കവെയാണ് രേഷ്മ പിടിയിലായത്. സഫാൻ കാളികാവ് ചേരുന്നു. സഫാൻ, ഇത് സ്ഥിരം തട്ടിപ്പ് നടത്തുന്നയാളാണോ പിടിയിലായിരിക്കുന്നത്? ഈ കേസിന്റെ വിശദാംശങ്ങൾ. ധന്യ, പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് 10-ൽ കൂടുതൽ വിവാഹം നടത്തി അവിടെ നിന്ന് മുങ്ങിയ പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയാണ് രേഷ്മ. 35 വയസ്സുണ്ട്. ഇവർക്ക് മറ്റൊരു വിവാഹത്തിൽ കുട്ടികളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ തട്ടിപ്പിന്റെ രീതി എന്തെന്ന് വെച്ചാൽ, മാട്രിമോണിയൽ സൈറ്റിൽ വെച്ച് ഈ പുരുഷന്മാരുടെ പ്രൊഫൈല് ഇവർ ശ്രദ്ധിക്കും. അതിനുശേഷം ഇവരുടെ സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്ട് ചെയ്ത് ഇത്തരത്തിലൊരു വിവാഹത്തിലേക്ക് വരുന്ന രീതിയിലായിരുന്നു തട്ടിപ്പ്. അങ്ങനെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പൊ തിരുവനന്തപുരത്ത് വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തില് തട്ടിപ്പ് നടത്തിയെന്ന് ഈ ഒരു കേസിന്റെ, ഈ ഒരു പഞ്ചായത്ത് മെമ്പറുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് അന്വേഷിച്ചപ്പോഴാണ് ഈ യുവതി ഇത്തരത്തിൽ 12ഓളം കേസുകളിൽ കല്യാണം കഴിഞ്ഞ് മുങ്ങിയതായി പറയുന്നത്. ഈ കേസിന്റെ ഒരു മോട്ടീവിലേക്ക് നമ്മൾ ചോദിച്ചു നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടാണ് യുവതി സംസാരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അല്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെയാണോ ഈ കല്യാണത്തിലേക്ക് ആളുകൾ കടന്നിരുന്നത്? സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയോ? സാമ്പത്തിക തട്ടിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള മോട്ടീവ് നമ്മൾ പോലീസിനോട് ചോദിക്കുമ്പോൾ അത്തരത്തിലൊരു വിവരം ലഭിക്കുന്നില്ല. ഇവർ എന്താണെന്ന് മോട്ടീവ് എന്ന് ചോദിക്കുമ്പോൾ യുവതി തന്നെ പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ യുവതി വിവാഹം കഴിച്ച പല ആളുകളുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളും അല്ലാത്തയുമായ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമാണോ ഇവരുടെ മോട്ടീവ്, അതോ ഇതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു തെളിവ് പോലീസിന് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ശരി സഫാൻ.